ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം. ഈ അടുത്തായിട്ട് നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും, അമേരിക്കൻ പ്രസിഡൻ്റായ ഡൊണാൾഡ് ട്രംപ് പറയുന്നു പനാമ കനാൽ അമേരിക്കയ്ക്ക് തിരിച്ചു തരണം, പനാമ കനാൽ നിയന്ത്രണം അമേരിക്കയ്ക്ക് തിരിച്ചു തരണം എന്നുള്ള വാർത്തകളൊക്കെ നിങ്ങൾ വായിച്ചു കാണും. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത്, എന്തിനാണ് ട്രംപ് അങ്ങനെ പറയുന്നത്? അമേരിക്കയ്ക്ക് പനാമ കനാലുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണ്? എന്തിനാണ് ട്രംപ് തിരിച്ചു ചോദിക്കുന്നത്? പനാമ കനാലിൻ്റെ ചരിത്രം എന്താണ്? ഈ കാര്യങ്ങളിലേക്കൊക്കെയാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ കഥ തുടങ്ങുന്നത് 1534 അപ്പോൾ 1534 പറയുമ്പോൾ യൂറോപ്പിലെ സാമ്രാജ്യത്വ ശക്തികൾ ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ട് പോയിട്ട് അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും കോളനികൾ സ്ഥാപിക്കുമായിരുന്നു. നമ്മുടെ ഇന്ത്യയിലും പിന്നെ വാസ്കോ ഡ ഗാമ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ലാറ്റിൻ അമേരിക്കയിൽ ക്രിസ്റ്റഫർ കൊളംബസ് അതുപോലുള്ള ആൾക്കാരൊക്കെ ലാറ്റിൻ അമേരിക്ക വരികയും പല രാജ്യങ്ങളും അവരുടെ യൂറോപ്യൻ രാജ്യങ്ങളിലെ കോളനികളായി മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1534 അങ്ങനെ സ്പെയിനിലെ രാജാവ് തീരുമാനിക്കുന്നു, പെറു എന്ന് പറയുന്ന ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യമുണ്ട്. ഈ പെറുവിൽ നിന്നും അവിടെ ഗോൾഡ് മൈൻസ് ഉണ്ട്. ഈ പെറുവിൽ നിന്നും ഈ ഗോൾഡ് മൈൻസിൽ നിന്നും കിട്ടുന്ന സ്വർണം ഒരു ചാനൽ വഴി അറ്റ്ലാന്റിക് സമുദ്രത്തിലെത്തിക്കണം. കാരണം പിന്നീട് അവർക്ക് അവിടെ നിന്ന് കപ്പലിൽ സ്പെയിനിലെത്തിക്കാം. ഇതായിരുന്നു അവരുടെ ഒരു രാജാവിൻ്റെ ഒരു പ്ലാൻ. അപ്പോൾ ഇതിനകത്തൊരു വലിയ ചലഞ്ച് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ, ഈ പെറു, കൊളംബിയ അതുപോലുള്ള സ്ഥലങ്ങൾ, ലാറ്റിൻ അമേരിക്കയിലെ പല സ്ഥലങ്ങളും കൊടും കാടുകളാണ്. കൊടും കാടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും മനുഷ്യൻ എത്തപ്പെടാത്ത സ്ഥലങ്ങൾ ആമസോൺ കാട്ടിൻ്റെ അകത്തുണ്ട്. അത്ര കൊടും കാടാണ്. അപ്പോൾ ഈ കനാൽ നിർമ്മിക്കാൻ ഈ കൊടും കാടിൻ്റെ ഇടയിൽ കൂടെ വേണം നിർമ്മിക്കാൻ. അങ്ങനെ വലിയ പുരോഗതിയൊന്നും ആ കാര്യത്തിൽ ഉണ്ടായില്ല. അവർ കുറേ ഡിസ്കഷൻസൊക്കെ നടത്തി, ശ്രമമൊക്കെ നടത്തിയെങ്കിലും അതെല്ലാം പരാജയപ്പെട്ടു പോയി. അങ്ങനെ കുറേയേറെ കഴിഞ്ഞ് 1880, അപ്പോൾ 1880 ഫ്രാൻസുകാർ ഈ കനാലിൻ്റെ പരിപാടി വീണ്ടും സ്റ്റാർട്ട് ചെയ്യുവാണ്. ഈ ലാറ്റിൻ അമേരിക്കയിലെ ഉൾഭാഗങ്ങളിൽ നിന്നും അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് ചരക്ക് നീക്കം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു കനാൽ അവർ നിർമ്മിക്കുക. അവരതിനുള്ള ശ്രമം തുടർന്നു. അപ്പോൾ അന്ന് ഒരു എഞ്ചിനീയർ അവർ കൊണ്ടുവരുന്നു, ഫെർഡിനാൻഡ് ഡി ലെസെപ്സ് എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർ അവർ കൊണ്ടുവരുന്നു. അപ്പോൾ ഈ ഫെർഡിനാൻഡ് ഭയങ്കര ഫേമസ് ആണ്. കാര്യം അദ്ദേഹം ഈജിപ്തിലുള്ള സൂയസ് കനാൽ ഡിസൈൻ ചെയ്യുകയും ആർക്കിടെക്റ്റ് ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്ത എഞ്ചിനീയറാണ്, പ്രഗത്ഭനാണ് അദ്ദേഹം. പക്ഷേ സൂയസ് കനാലിനൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. സൂയസ് കനാൽ ഒരേ നിരപ്പിലുള്ള സമുദ്രജലമായിരുന്നു. അവിടെയായിരുന്നു ഈ കനാൽ നിർമ്മിച്ചത്. പക്ഷേ പനാമ കനാൽ നിർമ്മിക്കാൻ ശ്രമിച്ചത് കുറേ ചലഞ്ചസ് ഉണ്ടായിരുന്നു. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞുള്ള കൊടും കാടാണ്. ആ ടെറൈൻ അവർക്ക് ഒട്ടും തന്നെയും ഫ്രണ്ട്ലി അല്ലാത്ത ഒരു ടെറൈനാണ്. പിന്നെ അവിടുത്തെ ആൾക്കാരുടെ റെസിസ്റ്റൻസ്, ഈ പിന്നെ നേറ്റീവായിട്ടുള്ള ലാറ്റിൻ അമേരിക്കൻ ആൾക്കാരുടെ റെസിസ്റ്റൻസൊക്കെ വേറെ. പക്ഷേ ജോഗ്രഫിക്കൽ ചലഞ്ചസ് തന്നെ ഭയങ്കരമായിരുന്നു. ഒന്ന്. രണ്ട്, പസഫിക് ഓഷ്യൻ, അതായത് ശാന്തസമുദ്രത്തിൻ്റെയും അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെയും ജലനിരപ്പുകൾ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതായത് ഈ അറ്റ്ലാന്റിക് ഓഷ്യനിൽ കയറുന്ന ഒരു കപ്പൽ നേരെ പോയങ്ങ് പസഫിക് ഓഷ്യനിലോട്ട്, ശാന്തസമുദ്രത്തിലോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അതൊരു പ്രത്യേക ലെവലിൽ കൊണ്ടുവന്ന് മുകളിലോട്ടാക്കിയിട്ടേ പസഫിക് ഓഷ്യനിലോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ വലിയ ചലഞ്ചാണ്. പക്ഷേ എന്നാലും ഫ്രാൻസുകാർ പരിപാടി തുടങ്ങി, കുറേ കാശ് ചിലവാക്കി. 1880 തുടങ്ങിയ ആ മൊത്തം പരിപാടി ഏതാണ്ട് 1898 അവർ നിർത്താനുള്ള പ്രധാന കാരണം അവരെ കൊണ്ടത് പറ്റുന്നില്ല എന്ന് അവർക്ക് തന്നെ മനസ്സിലായി. 25,000 ആൾക്കാരാണ് ഈ ഒരു 20 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഈ നിർമ്മാണ പ്രവർത്തനത്തിൽ മരണപ്പെട്ടു. പിന്നെ ഒട്ടനവധിയായിട്ടുള്ള വേറെ നാശനഷ്ടങ്ങൾ. അങ്ങനെ അവരവിടെ നിന്ന് നിർത്തിയിട്ട് പോയി. എന്നാൽ 1898 എന്താണ് സംഭവിച്ചത്? 1898 സ്പാനിഷ് അമേരിക്കൻ യുദ്ധം ഉണ്ടാകുന്നു. ഈ സ്പാനിഷ് അമേരിക്കൻ യുദ്ധം എന്ന് പറയുമ്പോൾ അന്ന് ലാറ്റിൻ അമേരിക്കയിലെ പ്രധാനപ്പെട്ട ഒരുപാട് രാജ്യങ്ങൾ സ്പെയിനിൻ്റെ കൺട്രോളിലായിരുന്നു. ആ സ്പാനിഷ് ഫോഴ്സസും അമേരിക്കൻ ഫോഴ്സസും തമ്മിൽ യുദ്ധം ഉണ്ടാകുന്നു. യുദ്ധത്തിന് പിന്നിൽ വലിയൊരു കഥയൊക്കെ ഉണ്ട്. USS മെയിൻ എന്ന് പറയുന്ന ഒരു കപ്പലിനെ സ്പെയിൻകാർ പിന്നെ തകർക്കുകയും 266 നാവികർ, അമേരിക്കൻ നാവികർ മരണപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെയാണ് യുദ്ധം മെയ് മാസം 1898 യുദ്ധം തുടങ്ങുന്നത്. യുദ്ധം വളരെ ശക്തിയായി നടക്കുന്നു. അമേരിക്കൻ ഫോഴ്സസ് യുദ്ധം ജയിക്കുന്നു. അതോടുകൂടി ലാറ്റിൻ അമേരിക്കയിലുള്ള, അല്ലെങ്കിൽ സൗത്ത് അമേരിക്കയിലുള്ള സ്പെയിനിൻ്റെ ആധിപത്യം മൊത്തമായും അവസാനിക്കുന്നു. കംപ്ലീറ്റ്ലി അവർ വൈപ്പ് ഔട്ട് ചെയ്യുന്നു. അതോടുകൂടിയാണ് ഹവായിയും ഗോമും തുടങ്ങിയ ഐലൻഡ്സ് എല്ലാം തന്നെ അമേരിക്ക അനക്സ് ചെയ്യുന്നു. ഈവൻ ഫിലിപ്പീൻസ് പോലും അമേരിക്കയുടെ കീഴിൽ വരികയുണ്ടായി ഈ സ്പാനിഷ് അമേരിക്കൻ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട്, അതിൻ്റെ ഒരു ഫലമായിട്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. 1903 നമ്മൾ ഏതാണ്ട് 20-ാം നൂറ്റാണ്ട് തുടക്കത്തിൽ അമേരിക്ക ഒരു കണ്ടീഷൻ കൊളംബിയയിലെടുത്ത് പറയുവാണ്. അതായത് കൊളംബിയയിലെ പ്രോവിൻസ് ആയിരിക്കുന്ന പനാമയെ ഒരു
സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കണം എന്ന് ആര് പറയുവാണ്? അമേരിക്ക പറയുവാണ്. അപ്പോൾ അമേരിക്ക പറഞ്ഞത് കൊളംബിയ കേൾക്കുന്നു. കൊളംബിയ അത് പിന്നെ പനാമ അവർക്ക് പ്രഷറൊക്കെ ഉണ്ട്, പിന്നെ പറഞ്ഞ ഉടനെ കേൾക്കത്തില്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും നെഗോഷിയേഷൻസും കാര്യങ്ങളൊക്കെ നടന്നിട്ട് പനാമയെ ഒരു ഇൻഡിവിജ്വൽ രാജ്യമായിട്ട്, ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് പ്രഖ്യാപിക്കും. എന്നാൽ ഇത് അമേരിക്ക ചെയ്തതിന് മുന്നിൽ വേറൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പനാമ കനാൽ വീണ്ടും തുടങ്ങുക. ഇത്തവണ ഈ ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്നും അറ്റ്ലാന്റിക് ഓഷ്യനെ കണക്ട് ചെയ്യുന്നതിന് പകരം കുറുകെ അറ്റ്ലാന്റിക് ഓഷ്യനെയും പസഫിക് ഓഷ്യനെയും കണക്ട് ചെയ്യുന്ന കുറുകെ ഉള്ള ഒരു കനാലായി നിർമ്മിക്കുക. അതുകൊണ്ട് ഈ കപ്പലുകളെല്ലാം ഇങ്ങ് കറങ്ങി, ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് വരുന്ന കപ്പലുകളൊക്കെ ഇങ്ങ് താഴെ കറങ്ങി ചില്ലി വഴി അങ്ങ് മുകളിലോട്ട് പോകേണ്ട കാര്യമില്ല. ഈ പനാമ കനാൽ കടന്ന് അങ്ങ് അപ്പുറത്ത് ശാന്തസമുദ്രത്തിലോട്ട് പോകാം. അമേരിക്കയിലുള്ള പല പോർട്ടുകളിലോട്ടുമുള്ള കപ്പലുകളുടെ റീച്ചും വളരെ വേഗത്തിലാവും. അപ്പോൾ അവരുടെ അതിൻ്റെ ഒരു 100 വർഷം മുമ്പ് അവർ കണ്ട മുൻകൂട്ടി കണ്ട ഒരിതാണ് എന്ന് വെച്ചാൽ, ഈ കപ്പലുകൾ തുറമുഖങ്ങളിൽ വന്നാൽ ചരക്ക് നീക്കം നടക്കും, നമുക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകും. ഇവിടെ നമ്മൾ വിഴിഞ്ഞം തുറമുഖം എത്രയോ വർഷങ്ങൾക്ക് 100-200 വർഷങ്ങൾക്ക് മുമ്പൊക്കെ രാജാക്കന്മാർ ചിന്തിച്ചിരുന്നു. പക്ഷേ നമ്മളെ നാട്ടിലത് നടന്നില്ല, ഇപ്പോഴാണ് നടന്നത്. അപ്പോൾ എത്ര മുൻകൂട്ടി ഒരു ലീഡർഷിപ്പ് കാര്യങ്ങൾ കാണുന്നു എന്നുള്ളതിൻ്റെ ഒരു എഫക്റ്റാണത്. അങ്ങനെ പനാമ കനാൽ നിർമ്മിക്കാനായിട്ട് അവർ തീരുമാനിക്കുന്നു. 1904 അതിൻ്റെ നിർമ്മാണം അമേരിക്ക സ്റ്റാർട്ട് ചെയ്യുന്നു. അവരവരുടെ ടെക്നോളജി കൊണ്ടുവരുന്നു, പ്രഗത്ഭന്മാരായ എഞ്ചിനീയറെ കൊണ്ടുവരുന്നു. 1913 ആയപ്പോൾ കനാലിൻ്റെ പണി അമേരിക്ക പൂർത്തിയാക്കും. $375 മില്യൺ ചിലവാക്കി അന്ന് വരെ ഉണ്ടായിരുന്നതിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റായിട്ടാണ് ഈ പനാമ കനാൽ നിർമ്മാണം പൂർത്തിയാക്കിയത്. അതും അമേരിക്കയുടെ ഇൻഫ്രാസ്ട്രക്ചർ എന്നതിനുപരിയായിട്ട് നമ്മൾ മനുഷ്യരുടെ തന്നെ ഇതുവരെ ഈ ഭൂമിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എൻജിനീയറിങ് മാർവൽസിൽ ഒരു മാർവലാണ് ഈ സൂയസ് കനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ശാന്തസമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവും ഒരേ ജലനിരപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രണ്ട് സമുദ്രങ്ങളല്ല. രണ്ടിനും വ്യത്യാസമുണ്ട്. ഒന്നിന് കൂടി ഒന്നിന് കുറഞ്ഞു പോകണം. ഏത് കൂടുതൽ ഏത് കുറവാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ വരുന്ന കപ്പലുകളെ ആദ്യം ഒരു വെള്ളത്തിൻ്റെ പുറത്ത് കൊണ്ട് നിർത്തിയിട്ട് അത് പൊക്കുക, പിന്നെ കുറച്ചും കൂടെ പൊക്കുക, പിന്നെ താക്കുക, അങ്ങനെയുള്ള കുറേ അഡ്ജസ്റ്റ്മെൻറ്റ് ഈ വെള്ളം വെച്ചിട്ടുള്ള കുറേ കലാപരിപാടികൾ ഇവർ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലോക്കിംഗ് മെക്കാനിസം ഒക്കെ വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ 100 വർഷങ്ങൾക്ക് മുമ്പ് അത് ഡിസൈൻ ചെയ്യുമ്പോൾ അത് ഇപ്പോൾ പോലും നമ്മൾ ഭൂമിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് മാർവൽസിൽ ഒന്നാണ് ഈ പനാമ കനാൽ എന്ന് പറയുന്നത്, സൂയസ് കനാലും രണ്ടും. അങ്ങനെ അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നു. അമേരിക്കൻ കൺട്രോളിൽ തന്നെയായിരുന്നു കനാൽ റൺ ചെയ്തിരുന്നത്. പനാമ പിന്നെ അവരുടേതായ രാജ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അവരുടേതായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പനാമ കനാലിന് ഏതാണ്ട് 10 മൈൽ വീതിയുണ്ട്. 10 മൈൽ എന്ന് വെച്ചാൽ ഏതാണ്ട് 15 കിലോമീറ്റർ വീതിയുണ്ട്. ഏതാണ്ട് ഒരു 50 മൈൽ നീളം, അതായത് ഒരു 75 കിലോമീറ്റർ നീളമുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം എന്തുമാത്രം വലുതാണ്. 75 കിലോമീറ്റർ നീളത്തിൽ 15 കിലോമീറ്റർ വീതിയിലാണ് ഈ പനാമ കനാൽ ലാറ്റിൻ അമേരിക്കയ്ക്ക് കുറുകെ കടന്നു പോകുന്നത്. അപ്പോൾ കനാൽ അമേരിക്ക നടത്തുന്നു. അവരുടെ മിലിറ്ററി ബേസസൊക്കെ അതിന് ചുറ്റുമൊക്കെ പതുക്കെയൊക്കെ പൊങ്ങി വരുന്നു. കാര്യം സ്വാഭാവികമായിട്ടും അമേരിക്കൻ ആൾക്കാർ ഈ കനാലിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അവിടെ ആൾക്കാർ താമസിക്കും. പിന്നെ അവിടെ ഒരു മിലിറ്ററി ബേസ് വരും. അങ്ങനെ അവരുടെ മിലിറ്ററി ബേസൊക്കെ വരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞ് 1-ാം ലോക മഹായുദ്ധം 2-ാം ലോക മഹായുദ്ധമൊക്കെ കഴിഞ്ഞപ്പോൾ പനാമക്കാരുടെ ഇടയ്ക്ക് തന്നെ ചെറിയൊരു റെസിസ്റ്റൻസൊക്കെ ഇങ്ങനെ ബിൽഡ് ചെയ്ത് വരാൻ തുടങ്ങി. അതായത് നമ്മുടെ രാജ്യത്ത് എന്തിനാണ് അമേരിക്കൻ അമേരിക്കൻ ആർമിയുടെ ആവശ്യം എന്താണ് ഇവിടെ? ഈ പനാമ കനാലിൻ്റെ കൺട്രോൾ ഞങ്ങൾക്കുള്ളതാണ് എന്നൊക്കെ പനാമയുടെ ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. എന്ന് വെച്ചാൽ ആദ്യമൊക്കെ അത് അവർ ഭയങ്കര സംഭവമായിരുന്നു. ബിൽഡ് ചെയ്തു, അമേരിക്കൻസ് ഒന്ന് ബിൽഡ് ചെയ്തു, ഭയങ്കര ഇതൊക്കെ ആയിരുന്നു. പക്ഷേ പിന്നെ ഇത് നമ്മുടെ രാജ്യത്തുള്ള സാധനം എന്തിന് വേറൊരാൾ മെയിൻറ്റെയിൻ ചെയ്യണം, അതിൻ്റെ ആവശ്യം എന്താണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള വലിയ സംസാരങ്ങളൊക്കെ വരികയും കുറച്ചൊക്കെ പ്രക്ഷോഭങ്ങളും റെസിസ്റ്റൻസും ഒക്കെ വരികയൊക്കെ ചെയ്തു. അങ്ങനെ 1964 ഒരു അത്യാവശ്യം വലിയ രീതിയിലുള്ളൊരു പ്രക്ഷോഭം നടന്നു. ഹൈസ്കൂൾ സ്റ്റുഡൻസിൻ്റെ ആയിരുന്നു. ഏതാണ്ട് 20ഓളം സ്റ്റുഡൻസ് ആ പ്രക്ഷോഭത്തിൽ മരണപ്പെട്ടു. അങ്ങനെ ആകെ മൊത്തം ഇതൊരു കോംപ്ലിക്കേറ്റഡ് വശമാകുന്നു. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ തന്നെ പനാമ അമേരിക്കയുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നു. അങ്ങനെ ഒത്തിരി ഹൈ ലെവൽ എസ്കലേഷൻ വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ മൂവ് ചെയ്യുവാണ്. അപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു ടാക്ടിക്കൽ നെഗോഷിയേഷനൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ
ഈ കൊളംബിയയിൽ അമേരിക്കയിലെ ഒരു ഡമ്മി സർക്കാർ തന്നെയാണ് നിൽക്കുന്നത്, അവരവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിന് വേറെ ഒരു കഥകൾ ഒരുപാടുണ്ട്, അതൊരു വേറൊരു ട്രാക്കാണ്. അപ്പോൾ ഈ കോൾഡ് വാറിൻ്റെ സമയമാണ്. ലാറ്റിൻ അമേരിക്കയിലുള്ള സോവിയറ്റ് ഇൻഫ്ലുവൻസ് കുറയ്ക്കാനായിട്ട് നിക്കാരാഗ്വ, കൊളംബിയ അതുപോലുള്ള രാജ്യങ്ങളിലെ ഗവൺമെൻറ്റുകളുമായിട്ടൊക്കെ സ്ഥിരമായ മൽപ്പിടുത്തങ്ങളും ഇടപെടലുകളും ഒക്കെ അമേരിക്ക നടത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ എന്തായാലും അത് വേറൊരു കഥയാണ്, നമ്മൾ അതിലോട്ട് പോകുന്നില്ല. ഇവിടെ വന്നിട്ട് ഈ 1964 പറഞ്ഞ പോലെ പ്രക്ഷോഭം നടക്കുന്നു, കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നു. 1977 ആയപ്പോൾ അന്നത്തെ അമേരിക്കൻ പ്രസിഡൻ്റായ ജിമ്മി കാർട്ടർ ഒരു കരാറിൽ അന്നത്തെ പനാമ പ്രസിഡൻറ്റ് ടൊറീഹുമായിട്ട് ഒപ്പിടുവാണ്. ഈ ഒപ്പിടുന്നതനുസരിച്ച് 2000 ആണ്ടോടുകൂടി അമേരിക്കയുടെ കയ്യിൽ നിന്നും പനാമ കനാലിൻ്റെ പൂർണ്ണ നിയന്ത്രണം പനാമയ്ക്ക് കൈമാറും എന്നുള്ളതായിരുന്നു ആ കരാർ. അത് ടൊറീഹോ കാർട്ടർ ട്രീറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറേ കണ്ടീഷൻസൊക്കെ ഉണ്ടായിരുന്നു. അമേരിക്കൻ ഷിപ്പിൻ്റെ പാസേജ് അനുവദിക്കണം, അങ്ങനെയുള്ള കുറച്ച് കണ്ടീഷൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കനാലിൻ്റെ മെയിൻ്റനൻസും അതിൻ്റെ ഇനിയും അങ്ങോട്ടുള്ള ഓണർഷിപ്പും എല്ലാം പനാമയ്ക്കാണ് എന്നുള്ള രീതിയിൽ ജിമ്മി കാർട്ടർ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെയും കാലങ്ങൾ കുറച്ച് കടന്നുപോയി. 1989 ആയപ്പോൾ അമേരിക്കൻ ഫോഴ്സസ് പനാമ ഇൻവേഡ് ചെയ്യുന്നു, അറ്റാക്ക് ചെയ്യുന്നു. അന്ന് അവിടുത്തെ പ്രസിഡൻ്റായിരുന്ന മാനുവൽ നൊറീഹ ഗവൺമെൻറ്റിനെ താഴെയിടാൻ വേണ്ടിയിട്ടായിരുന്നു ഈ അമേരിക്കൻ ഫോഴ്സസ് ഇൻവേഡ് ചെയ്യുന്നത്. കാര്യം ഡ്രഗ് ട്രാഫിക്കിന് ഹെൽപ്പ് ചെയ്യുന്നു എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ആയിരുന്നു, അതിനുള്ള അലിഗേഷൻസൊക്കെ ആയിരുന്നു. അതിനകത്ത് ഈ അറ്റാക്കിനുള്ള മെയിൻ റീസൺ അമേരിക്കൻ ഫോഴ്സസ് ഇറങ്ങുന്നു, പനാമൻ ഫോഴ്സുമായിട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു. പക്ഷേ പനാമൻ ഫോഴ്സസ് അമേരിക്കൻ മിലിറ്ററിയുടെ മുന്നിൽ ഒന്നുമല്ല, അവർ കീഴടങ്ങുന്നു. ഏതാണ്ട് 500ഓളം ആൾക്കാർ അതിൽ മരണപ്പെടുന്നു. സിവിലിയൻസും പട്ടാളക്കാരുമായിട്ട് ഏതാണ്ട് 25ഓളം അമേരിക്കൻ സോൾജേഴ്സ് മരണപ്പെടുന്നു. അന്ന് ജോർജ് H.W. ബുഷായിരുന്നു അമേരിക്കൻ പ്രസിഡൻറ്റ്. നമുക്കറിയാവുന്ന ജോർജ് ബുഷിൻ്റെ അച്ഛനായിരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു എസ്കലേഷൻസ് ഈ 1964 ശേഷം നടക്കുന്നു. ഈ മാനുവൽ നൊറീഹോ എന്ന് പറയുന്ന വ്യക്തി, ഈ പനാമൻ പ്രസിഡൻറ്റ്, പുള്ളി ആദ്യം ശരിക്കും US-ൻ്റെ ആളായിരുന്നു. US-ൻ്റെ CIA-യുടെ ഇൻഫോർമൻ്റ് ആയിരുന്നു. ആ CIA-യുടെ ഇൻഫോർമൻ്റ് ആയതിനു ശേഷമാണ് അദ്ദേഹത്തിന് അമേരിക്ക അവിടെ പ്രസിഡൻ്റായിട്ട് കൊണ്ടുവരുന്നത്. പക്ഷേ പിന്നീട് അമേരിക്ക പറഞ്ഞ കാര്യങ്ങളൊന്നും അദ്ദേഹം കേൾക്കുന്നില്ല. കംപ്ലീറ്റ്ലി അവർ തമ്മിൽ സ്വരച്ചേർച്ച ഉണ്ടാകുന്നു. അങ്ങനെ ഈ മാനുവൽ നൊറീഹയെ പിന്നീട് അമേരിക്ക ഈ പനാമ ഇൻവേഡ് ചെയ്യുകയും 89 ഇൻവേഡ് ചെയ്യുകയും പിടിക്കുകയും അമേരിക്കയിൽ കൊണ്ടുവന്ന് ഡ്രഗ് ട്രാഫിക്കിൻ്റെ കേസും മറ്റുമൊക്കെ ആയിട്ട് വിചാരണ നേടുകയും 40 വർഷം തടവിൽ കഴിയുകയും ജയിലിൽ കഴിയുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. 2000 ആണ്ടായി അമേരിക്ക അവരുടെ ഈ പനാമ കനാലിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അല്ലെങ്കിൽ പൂർണ്ണ കൺട്രോൾ പനാമയ്ക്ക് നടക്കും. അപ്പോൾ ഇതിപ്പോൾ 2000 വരെയാണ്. ഈ 1913 ഇതിൻ്റെ പണി കഴിഞ്ഞ് ഈ 2000 വരെയുള്ള ഒരു സമയമുണ്ടല്ലോ, ഈ സമയം കൊണ്ട് പനാമയുടെയൊക്കെ ഒരു ഗ്രോത്ത് കാണണം. അത് ഇത്രയും ക്രിട്ടിക്കലായ ഒരു നേവൽ റൂട്ട് പോകുന്നതുകൊണ്ട് ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ, രാജ്യം വളരെ ചെറിയ സ്ഥലമാണ്, ആ സ്ഥലത്തിന് എന്തുമാത്രം മാറ്റം വരാമെന്നാണ്. ഈ പനാമ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ വികസിതമായ രാജ്യത്തിന് സമാനമായ ഒരു സിറ്റുവേഷനാണ്. എന്ന് വെച്ചാൽ ഇതെല്ലാം ഈ വെൽത്ത് അവിടെ വരുന്നതാണ്. ഈ കാലാകാലങ്ങളായി പോർട്ട് എവിടെയാണോ തുറമുഖ നഗരങ്ങളുള്ളത്, ഈ തുറമുഖ നഗരങ്ങൾക്ക് ചുറ്റും വലിയ വ്യവസായ സ്ഥാപനങ്ങളുണ്ടാകും, വലിയ ബിസിനസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ഉണ്ടാകും. ഒരുപാട് ധനം ആ സ്ഥലങ്ങളിൽ വന്ന് കൂടുകയും അവിടുത്തെ ആൾക്കാരുടെ ജീവിത നിലവാരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇത് കാലാകാലങ്ങളോട്ടേ ഇങ്ങനെയാണ്. നമ്മുടെ ഈ മോഡേൺ ഹ്യൂമാനിറ്റിയുടെ കഥയല്ല, നമ്മളുണ്ടായ കാലം തൊട്ട് ഈ പോർട്ട് കച്ചവട കേന്ദ്രങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വ്യാപാര കേന്ദ്രങ്ങൾ, നാവിക സമുച്ചയങ്ങളൊക്കെ നമുക്കുണ്ടാക്കുന്ന നേട്ടം ഭയങ്കരമാണ്. അപ്പോൾ ഈ പനാമ ശരിക്കും ഈ പനാമയുടെ പടങ്ങളൊക്കെ നമ്മൾ നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഗംഭീരമായ രാജ്യമാണ്. ദുബായ് പോലിരിക്കും, അതുപോലുള്ള ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഉള്ളൊരു രാജ്യമാണ്. അപ്പോൾ എന്തായാലും പനാമ കനാലിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നു. പനാമ കനാല് പനാമയ്ക്ക് തന്നെ കിട്ടുന്നു. കാലങ്ങൾ പിന്നെയും കഴിഞ്ഞ് അങ്ങനെ സ്മൂത്തായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് പനാമ കനാൽ പനാമയുടേതാണ്, അത് ഞങ്ങൾക്ക് തിരിച്ചു തരണം, ഇത് പനാമയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. എക്സ്ക്യൂസ് മീ.
അപ്പോൾ അവിടുത്തെ പ്രസിഡൻ്റായ ഹൊസേ റോൾ മൊലീനോ പറയുന്നത് പുള്ളി ഞെട്ടിപ്പോയി. പുള്ളി ഇതിനെ എങ്ങനെയൊക്കെ പറയുന്നതെന്നുള്ളത്. കാര്യം പനാമ ഉപയോഗിക്കുന്നതോ അമേരിക്കൻ കറൻസി ഡോളറാണ് അവിടുത്തെ വിനിമയ രീതി. അവർക്ക് പ്രത്യേകിച്ച് ആർമിയൊന്നുമില്ല. US ആർമിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു രാജ്യമാണത്. അപ്പോൾ അവരിൽ നിന്നും ഇങ്ങനെ ഒരു അവരോട് ഇങ്ങനെ എനിമി ആയിട്ടുള്ളൊരു അപ്രോച്ച് വന്നപ്പോൾ അവർക്കത് കുറച്ച് വിഷമം ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്തിനാണ് ട്രംപ് അങ്ങനെ ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1996 ഈ പനാമ പോർട്ടിൻ്റെ ഓപ്പറേഷൻസ് നടത്തുന്ന ഒരു സിറ്റുവേഷനാണ്. അത് ലീസ് ചെയ്യും, ഇത്ര വർഷത്തേക്ക് ലീസിന് കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ. അത് ഒരു ചൈനീസ് കമ്പനി സ്വന്തമാക്കുവാണ്. ആ കമ്പനിയുടെ പേരാണ് ഹച്ചിങ്സൺ വംപോവ എന്ന് പറയുന്ന ഒരു ചൈനീസ് കമ്പനി ഈ പോർട്ടിൻ്റെ മെയിൻ്റനൻസും ഓപ്പറേഷൻസും എല്ലാം ചെയ്യണം. കാരണം ഇതൊന്നും സർക്കാർ നിയമിച്ച ഏജൻസീസ് ഒന്നും ചെയ്യുന്നതല്ല. അതിനുള്ള കപ്പാസിറ്റിയും എബിലിറ്റിയും ഒന്നും ഗവൺമെൻറ് ഏജൻസീസിന് ഉണ്ടാവാറില്ല. അതുകൊണ്ട് അവർ പുറത്തുനിന്ന് ബിഡ് ചെയ്തിട്ട് ഏറ്റവും ഉയർന്ന ബിഡ് കൊടുക്കുന്ന ആൾക്കാർക്ക് ഓപ്പറേഷൻസ് കൊടുക്കും. അപ്പോൾ അന്ന് അമേരിക്കൻ കമ്പനിയായ ബെക്ടൽ എന്ന് പറയുന്ന ഒരു കമ്പനിയെയും ജപ്പാൻ കമ്പനിയായ മിത്സുബിഷിയും ഇവർ രണ്ടും പോർട്ട് ഓപ്പറേഷൻസിൽ ഭീമന്മാരാണ്. ഇവർ രണ്ടുപേരെയും ഔട്ട്ബിഡ് ചെയ്തിട്ടാണ് ഈ ഹച്ചിങ്സൺ വാംപോവ ഈ പോർട്ടിൻ്റെ ഓപ്പറേഷൻസ് എടുക്കുന്നത്. അപ്പോൾ അതാണ് ട്രംപിനെ ട്രിഗർ ചെയ്യുന്നൊരു കാര്യം. എന്തിനാണ് ട്രംപിനെ അതുകൊണ്ട് ട്രിഗർ ചെയ്യുന്നത്? അതായത് ചൈനീസ് നിയമം അനുസരിച്ച് അവിടെയുള്ള കമ്പനികളും അവിടെയുള്ള ആൾക്കാരും ജനങ്ങളും ഗവൺമെൻറ് എന്താണോ തീരുമാനിക്കുന്നത് അതിന് 100% അലൈൻഡ് ആയിരിക്കണം. അതായത് ഗവൺമെൻറ് തീരുമാനിക്കുവാണ് ഇപ്പോൾ ഈ പനാമ കനാലിലെ ഓപ്പറേഷൻ വഴി ഒക്കെ അമേരിക്കയ്ക്ക് ഷിപ്സ് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഹച്ചിങ്സൺ വംപോവ അതനുസരിച്ച് പറ്റും. അങ്ങനെയുള്ള ഒരു സെറ്റപ്പാണ്. ഇല്ലെങ്കിൽ ചൈനീസ് ഗവൺമെൻറ് അവർക്കെതിരെ ആക്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു നിയമം അല്ലെങ്കിൽ ഈ ഒരു സംവിധാനം നിലനിൽക്കുന്നത് കൊണ്ട് ട്രംപ് പറയുന്നു ഇതിന് ചുറ്റും പനാമ കനാലിന് ചുറ്റും ചൈനീസ് പ്രസൻസ് കൂടി വരുവാണ്. അത് പ്രത്യേകം പറയുന്നത് കറക്റ്റാണ്. കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഹച്ചിങ്സൺ വംപോവ മാത്രമല്ല ഒരുപാട് കമ്പനികൾ ഈ പനാമ കനാലിനെ ചുറ്റിപ്പറ്റി അവിടെ വ്യാപാരം നടക്കുന്ന ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ പോർട്ട് എൻ്റെ പരിപാടികൾ നടക്കുന്ന സ്ഥലമാണല്ലോ, അവിടെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കമ്പനികൾ അവിടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ പനാമ കനാൽ മൊത്തമായും ചൈനയുടെ കൈപ്പിടിയിലാകുമോ എന്ന പേടി, അല്ലെങ്കിൽ കൈപ്പിടിയിലാകാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനൊരു ക്ലെയിം ഉയർത്തുന്നത്. പനാമ കനാൽ നമുക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ മൊത്തത്തിൽ ഉള്ള അമേരിക്കൻ ബ്യൂറോക്രാറ്റ്സിൻ്റെ ആയാലും അമേരിക്കൻ മിലിറ്ററിയുടെ ആയാലും ഒരു തോട്ട് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കനാലാണ്, അമേരിക്കയുടെ തൊട്ട് താഴെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. സോ ചൈനയ്ക്ക് എത്ര തന്നെ ശ്രമിച്ചാലും ഇതിൻ്റെ മേൽ കിട്ടുന്ന ആധിപത്യത്തിനേക്കാൾ കൂടുതൽ ആധിപത്യം അമേരിക്കയ്ക്ക് ഡയറക്റ്റായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഒന്നും തന്നെയും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് അവരുടെ ഒരു നിലപാട്. പക്ഷേ ട്രംപിൻ്റെ നിലപാട് വ്യത്യസ്തമാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ കറൻ്റ്ലി പോയിക്കൊണ്ടിരിക്കുന്ന കാര്യം. എന്തായാലും വരും ദിവസങ്ങളിൽ ട്രംപ് ഈ വാദം വീണ്ടും ഉന്നയിക്കുകയും അദ്ദേഹം പനാമ കനാലിൻ്റെ കൺട്രോൾ തിരിച്ചു ചോദിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഹൊസേ റോൾ മൊലീനോ, അതായത് ഈ പനാമയുടെ പ്രസിഡന്റ് പറയുന്നത് നമുക്ക് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് കാര്യങ്ങൾ പരിഹരിക്കാം, എന്താണെന്ന് നമുക്ക് നോക്കാം, എന്തൊക്കെയാണ് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരേണ്ടത്, അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന രീതിയിലാണ് പുള്ളിയുടെ അപ്രോച്ച്. മേ ബി ഒരു നെഗോഷിയേഷൻ ടേബിളിൽ എല്ലാം ക്ലീനായി സെറ്റിലായി പോകുന്നൊരു സാഹചര്യം വരും. കാരണം ഈ ഷിപ്പിംഗ് റൂട്ടുകൾ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് പവേഴ്സിൻ്റെ ഒരു മെയിൻ ആവശ്യമാണ്. ഈ മെയിൻ ഷിപ്പിംഗ് പോയിൻ്റ് ഇപ്പം നമുക്കാണെങ്കിൽ മലാക്ക സ്ട്രീറ്റ് ഉണ്ട് ഇന്ത്യയുടെ, അതുപോലെ ഇപ്പോൾ ഇത് സൂയസ് കനാലിൻ്റെത്, പനാമ കനാലിൻ്റെത്, അങ്ങനെ ഈ ഗ്ലോബൽ ഷിപ്പിംഗ് റൂട്ട്സിൻ്റെ ചോക്കിംഗ് പോയിൻറ്റ്സ്, മെയിൻ പോയിൻറ്റ്സ് കൺട്രോൾ ചെയ്യുക എന്ന് വെച്ചാൽ വളരെ വളരെ ആ പവർ എസ്റ്റാബ്ലിഷ് ചെയ്യാനും അത് നിലനിർത്താനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെയൊക്കെ ഒരു ബാക്കി പത്രമാണ് ഈ കാണുന്നതല്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ സ്പാനിഷ് യുദ്ധവും പനാമ കനാലിൻ്റെ നിർമ്മാണവും അമേരിക്കയുടെ തിരിച്ച് വാങ്ങാനുള്ള കടുംപിടുത്തത്തിൻ്റെ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ദയവായി കമൻസിൽ പറയുക. അപ്പോൾ ഇനി ഇതുമായിട്ടുള്ള രസകരമായ വീഡിയോസ് വരാം. വേറെ എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് വീഡിയോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ആ ടോപ്പിക്കിനെ കുറിച്ച് റിസർച്ച് ചെയ്ത് വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഒന്നാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തിരിക്കും. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിരിക്കും.